ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിലും അർജന്റീനയുടെ ആധിപത്യം തുടരുകയാണ്. ജോർദാനെ 3-1 കീഴടക്കിയ നിലവിലെ ചാമ്പ്യന്മാർ ഗ്രൂപ്പ് ജെയിൽ സമ്പൂർണ്ണ വിജയത്തോടെ ഒന്നാം സ്ഥാനക്കാരായി നൗക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറുകയാണ്. മത്സരത്തിന്റെ 19-ാം മിനിറ്റിൽ ജിയോവാനി ലോസെൽസോ നേടിയ മനോഹരമായ ഫ്രീ കിക്കിലൂടെ അർജന്റീന ലീഡ് നേടി. തുടർന്ന് 30-ാം മിനിറ്റിൽ ലൗത്തറോ മാർട്ടിനസ് പെനാൽറ്റി വലയിലെത്തിച്ച് ലീഡ് ഇരട്ടിയാക്കി. രണ്ടാം പകുതിയിൽ ജോർദാന്റെ മൂസ അൽ തമാരി ഗോൾ നേടി സ്കോർ ബോർഡിൽ 2-1 ആക്കിയെങ്കിലും പിന്നീട് പകരക്കാരനായി ഇറങ്ങിയ ലയണൽ മെസ്സി തന്റെ ട്രേഡ്മാർക്ക് ഫ്രീ കിക്കിലൂടെ വലകുലുക്കി അർജന്റീനയുടെ ജയമുറപ്പിച്ചു. ഈ മത്സരത്തോടെ അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരവും വിജയിച്ച് അതിഗംഭീരമായി തന്നെയാണ് നൗക്കൌട്ടിലേക്ക് പ്രവേശിച്ചിരുന്നത്. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ 3-0ക്കും രണ്ടാം മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ 2-0ക്കും ഇന്നിതാ ജോർദാനെതിരെ 3-1നും വിജയിച്ച് അർജന്റീന ആ വിജയഗാഥ തുടരുകയാണ്. മെസ്സിയാകട്ടെ ടൂർണമെന്റിൽ തന്റെ 6ാമത്തെ ഗോളും നേടിയിരിക്കുകയാണ്. ഈ ഗോളിലൂടെ മെസ്സി മറ്റൊരു ചരിത്ര നേട്ടവും സ്വന്തമാക്കി. ലോകകപ്പിൽ തുടർച്ചയായി 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് ഇനി അദ്ദേഹത്തിന്റെ പേരിലാണ്. പ്രായം വെല്ലുവിളിയായിട്ടും മെസ്സിയുടെ മാജിക് അവസാനിച്ചിട്ടില്ലെന്ന് ലോകത്തോട് വീണ്ടും വീണ്ടും തെളിയിച്ച പ്രകടനമായിരുന്നു അത്. ഇപ്പോൾ ഗ്രൂപ്പ് ജെയിലെ 1ാം സ്ഥാനക്കാരായ അർജന്റീനയുടെ ലക്ഷ്യം ഒറ്റൊന്നാണ്: കിരീടം നിലനിർത്തുക. അടുത്ത റൗണ്ടിൽ കേപ്പ് വെർദയെ നേരിടാൻ ഒരുങ്ങുന്ന അർജന്റീന ആരാധകരുടെ പ്രതീക്ഷയും ആവേശവും ഇപ്പോൾ ഇരട്ടിയായിരിക്കുകയാണ്. ഈ ടീമിൽ ഇപ്പോഴും എതിരാളികൾ പേടിക്കേണ്ടത് അതേ മെസ്സിയെ തന്നെയാണ്. മെസ്സി എന്നത് എന്താണ്, ആ മനുഷ്യന്റെ ലെവൽ എന്താണെന്നറിയാൻ ഇന്നത്തെ ഒരൊറ്റ ഗെയിം മാത്രം മതി. ആദ്യ ലെവലിൽ മെസ്സി ഇറങ്ങിയിട്ടേയില്ല. അദ്ദേഹം ഇറങ്ങുന്നതാകട്ടെ 60-ാം മിനിറ്റിലായിരുന്നു. കുറച്ചു സമയം മാത്രമാണ് കയ്യിലുള്ളത്. ആ കിട്ടിയ അവസരത്തിൽ ഒരു അടിപൊളി ഫ്രീ കിക്ക് ഗോളാണ് അയാൾ അടിച്ചു കയറ്റിയത്. എന്നാൽ അവിടെ തീർന്നോ? ഇല്ല. 2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒപ്പം ഒരു ബിഗ് ചാൻസും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് വെറും 30 മിനിറ്റിന് മുകളിൽ ലഭിച്ച ടൈമിൽ അങ്ങേരുടെ പ്രകടനമാണിത്. ഗോൾഡൻ ബൂട്ടിൽ 1ാം സ്ഥാനം, അതും ഒരൊറ്റ പെനാൽറ്റി പോലും നേടാതെ 6 കിടിലൻ ഗോളുകളുമായി. ഇതൊക്കെ ഇങ്ങേര് ചെയ്യുന്നത് അയാളുടെ പ്രേമിലല്ല. അങ്ങേര് കളിക്കുന്നത് യൂറോപ്യൻ ക്ലബിലുമല്ല. പകരം എല്ലാവരും ട്രോളുന്ന MLS കളിക്കുന്ന ഒരു 39-കാരന്റെ ആട്ടമാണ് ഇന്ന് അമേരിക്കയിൽ കാണുന്നത്. ഈ മനുഷ്യനുമായി ഒന്ന് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫുട്ബോൾ താരമിനി ചരിത്രത്തിൽ ഉണ്ടാകുമോ എന്നതുപോലും സംശയമാണ്. കാരണം ഇങ്ങേര് ഫുട്ബോളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലെഗസി അതാണ്. പരിഹാസങ്ങളുടെ ശരശയിൽ നിന്നാണ് ഫുട്ബോൾ ലോകത്തെ പല ഇതിഹാസങ്ങളും വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത്. കളിയാക്കലുടെ അമ്പുകൾ പാഞ്ഞെടുത്തപ്പോൾ പെനാൽറ്റി എന്ന് ആക്രോശിച്ച് അയാളുടെ മാന്ത്രികതയെ വില കുറച്ചു കാണാൻ ചിലർ ശ്രമിച്ചിരുന്നു. അയാളുടെ ഓരോ വിജയങ്ങളിലും പെനാൽറ്റി കിക്കുകളുടെ മാത്രം ഔദാര്യമായി പലരും വ്യാഖ്യാനിച്ചു. എന്നാൽ അധിക്ഷേപങ്ങളുടെ ആ കോലാഹലങ്ങൾക്കിടയിലും അയാൾ തികച്ചും ശാന്തനായിരുന്നു. വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് പച്ചപ്പുൽ മൈതാനത്ത് കാൽപന്ത് കൊണ്ട് കവിത രചിച്ചായിരുന്നു അയാൾ ലോകത്തിന് മറുപടി നൽകിയത്. പ്രായമെന്നത് കേവലം കലണ്ടറിലെ അക്കം മാത്രമാണെന്നും വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കാഴ്ചക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. ഒരു പെനാൽറ്റി കിക്കിന്റെ പോലും പിൻബലമില്ലാതെ എതിരാളികളുടെ കരുത്തുറ്റ പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കി അയാൾ ഗോളുകൾ അടിച്ചുകൂട്ടുന്നു. ഓരോ ചുവടുവെപ്പിലും പന്തിലെ ഓരോ സ്പർശനത്തിലും ആ പഴയ മാന്ത്രികൻ കൂടുതൽ കരുത്തനാകുന്നു. പെനാൽറ്റി സ്പോട്ടിലെ സുവർണ അവസരങ്ങളില്ലാതെ തന്നെ ടോപ്പ് സ്കോറർ എന്ന സിംഹാസനം അയാൾ സ്വന്തമാക്കിയിരിക്കുന്നു. തന്നെ വിമർശിച്ചവരുടെ വായടിപ്പിച്ച് തളർച്ചയില്ലാത്ത പോരാട്ട വീരത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ആ കുറിയ മനുഷ്യൻ മാറുകയാണ്. 39-ാം വയസ്സിലും വാടാത്ത ചോരയുമായി ലോകകപ്പുകളുടെ ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത അധ്യായമായി അയാൾ തല ഉയർത്തി നിൽക്കുകയാണ്. യുവത്വത്തിന്റെ ചുറുചുറുക്കുള്ളവർ പോലും കിതച്ചു പോകുന്ന മൈതാനങ്ങളിൽ അനുഭവസമ്പത്തിന്റെ പൂർണ്ണതയിൽ അയാൾ പുതിയ ചരിത്രം രചിക്കുകയാണ്. തന്നെ ആക്ഷേപിച്ചവർക്ക് മുമ്പിലൂടെ ഫുട്ബോൾ എന്ന വികാരത്തിന്റെ നെറുകയിലേക്ക് രാജാവായി നടന്നു കയറുന്ന മനുഷ്യന്റെ പേര് കാലം സുവർണ ലിപികളിൽ കൊത്തിവെച്ചിരിക്കുന്നു. അതാണ് ലയണൽ ആന്ദ്രസ് മെസ്സി. കാൽപന്ത് കളിയുടെ ചരിത്രത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരേയൊരു ഇതിഹാസം. ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു താരമാണ് ജിയോവാനി ലോസെൽസോ. ഡാലസിലെ മൈതാനത്ത് 2026 ലോകകപ്പിന്റെ ആവേശ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ജോർദാനും തമ്മിലുള്ള പോരാട്ടം ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു വിരുന്നായി മാറുകയായിരുന്നു.
കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ മൈതാനത്ത് ആവേശത്തിന്റെ ഒരു സുന്ദര നിമിഷം പിറന്നു. 19-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ലഭിച്ച ഫ്രീ കിക്ക് കേവലം ഒരു ഗോളവസരം മാത്രമായിരുന്നില്ല, മറിച്ച് പച്ചപ്പുൽ മൈതാനത്ത് ഒരു കാവ്യശില്പം തീർക്കാനുള്ള ക്യാൻവാസ് കൂടെയായിരുന്നു. പന്തിനരികിലേക്ക് നടന്നു വരുന്ന ജിയോവാനി ലോസെൽസയുടെ കണ്ണുകളിൽ കൃത്യമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു. റഫറിയുടെ വിസിൽ മുഴങ്ങിയതും അയാളുടെ ഇടംകാലിൽ നിന്നുതിർന്നു വന്ന ആ പന്ത് കാറ്റിനെ വകഞ്ഞുമാറ്റി ഒരു മാന്ത്രിക വളവോടെ വായുവിൽ ഒരു മഴവില്ല് തീർത്തു. ജോർദാൻ പ്രതിരോധ മതിലിന് മുകളിലൂടെ വളഞ്ഞിറങ്ങിയ പന്ത് ഗോൾ കീപ്പറുടെ കണക്ക് കൂട്ടലുകളെ പാടെ തെറ്റിച്ചു. വലത്തെ വശത്തേക്ക് ഒരു ചുവടുമാറിയ ജോർദാൻ ഗോൾ കീപ്പർക്ക് തന്റെ പിഴവ് മനസ്സിലാക്കാൻ കഴിയും മുമ്പേ പന്ത് വലയുടെ ടോപ്പ് കോർണറിൽ കൃത്യമായി മുത്തമിട്ടിരിക്കുന്നു. ആ നിമിഷം ഡാലസ് സ്റ്റേഡിയം ആവേശത്താൽ പൊട്ടിത്തെറിച്ചു. മൈതാനത്ത് ആ നീലപ്പടയുടെ ആഘോഷങ്ങൾക്കപ്പുറം ലോകമെമ്പാടുമുള്ള ആരാധകരുടെ കണ്ണുകളുടക്കിയത് അർജന്റീനയുടെ റിസർവ് ബെഞ്ചിലേക്കാണ്. അവിടെ വിശ്രമത്തിലായിരുന്ന ക്യാപ്റ്റൻ ലയണൽ മെസ്സി തന്റെ സഹതാരത്തിന്റെ ഈ മനോഹരമായ ഗോൾ കണ്ട് ഹൃദയം നിറഞ്ഞ ചിരിയോടെ ഇരിപ്പുണ്ടായിരുന്നു.